ഒരു കാലത്ത് ബോളിവുഡിലെ വലിയ വാർത്തകളിലൊന്നായിരുന്നു അഭിഷേക് ബച്ചൻ്റെയും കരിഷ്മ കപൂറിൻ്റെയും പ്രണയം. കരിഷ്മ ബച്ചൻ കുടുംബത്തിലെ മരുമകളാകാൻ പോകുന്നു എന്ന് അമിതാഭ് ബച്ചൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാൾ ആഘോഷത്തിനിടയിലായിരുന്നു അത്. ബച്ചൻ കുടുംബവും കപൂർ കുടുംബവും ഒന്നിക്കുന്നു എന്ന വാർത്ത ബോളിവുഡിനെയും ആവേശത്തിലാഴ്ത്തി. എന്നാൽ ഈ സന്തോഷം അധികകാലമൊന്നും നീണ്ടു നിന്നില്ല. ഏതാണ്ട് 6 മാസം കഴിഞ്ഞതോടെ അഭിഷേകും കരിഷ്മയും പിരിയുകയാണെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി. പിന്നീട് ഇരു കുടുംബങ്ങളും ഈ വാർത്ത ശരിവെക്കുകയായിരുന്നു. വിവാഹ നിശ്ചയത്തോളം എത്തിയ ഈ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാൻ കാരണമെന്താണ്? അഭിഷേകും കരിഷ്മയും നേരത്തെ തന്നെ ബന്ധുക്കളാണ്. രാജ് കപൂറിൻ്റെ മകൾ ഋതു നന്ദയുടെ മകൻ നിഖിൽ നന്ദയാണ് അഭിഷേകിൻ്റെ സഹോദരി ശ്വേതയെ വിവാഹം ചെയ്തത്. കരിഷ്മയാകട്ടെ രാജ് കപൂറിൻ്റെ മകൻ രൺധീർ കപൂറിൻ്റെ മകളും. 1997 ശ്വേതാ ബച്ചൻ്റെ വിവാഹം. ഈ വിവാഹാഘോഷങ്ങൾക്കിടയിലാണ് അഭിഷേകും കരിഷ്മയും സുഹൃത്തുക്കളായത്. ബന്ധുക്കൾ എന്ന നിലയിൽ പല ചടങ്ങുകളിലും പലപ്പോഴും കണ്ടുമുട്ടിയ ഇരുവരും ഏറെ താമസിയാതെ പ്രണയത്തിലുമായി. 5 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരാകാൻ അവർ തീരുമാനിച്ചത്. വിവാഹ നിശ്ചയം നടന്നു. പക്ഷേ ആ ബന്ധം വിവാഹത്തിലെത്തിയില്ല. അഭിഷേകും കരിഷ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളല്ല പ്രണയ തകർച്ചയ്ക്ക് കാരണമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ബച്ചൻ കുടുംബമോ കപൂർ കുടുംബമോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. അഭിഷേകിൻ്റെയും കരിഷ്മയുടെയും അമ്മമാരാണ് ഇതിന് പിന്നിലെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കരിഷ്മയുടെ അമ്മ ബബിതയാണത്രേ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത്. 2 മക്കളാണ് ഇവർക്ക്, കരിഷ്മയും കരീനയും. ഭർത്താവ് രൺധീർ കപൂറുമായി വേർപിരിഞ്ഞ ബബിത ഒറ്റയ്ക്കാണ് മക്കളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ തൻ്റെ മക്കളെ ബാധിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അഭിഷേകുമായുള്ള ബന്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് കരിഷ്മ ഹിന്ദിയിലെ വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു. അഭിഷേകാണെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലും. മാത്രമല്ല ബച്ചൻ കുടുംബവും സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. മകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി അമിതാഭ് ബച്ചൻ്റെ സമ്പത്തിൻ്റെ പകുതി അഭിഷേകിൻ്റെ പേരിൽ എഴുതി വെക്കണമെന്ന് ബബിത ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാൻ ബച്ചൻ കുടുംബം തയ്യാറായില്ല. ഈ വിവാഹത്തോട് അതൃപ്തിയുണ്ടായിരുന്ന ജയാ ബച്ചനാകട്ടെ ഇതൊരു അവസരമായി കണ്ട് വിവാഹശേഷം അഭിനയം നിർത്തണമെന്ന് കരിഷ്മയോട് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം കരിഷ്മയുടെ കുടുംബത്തിനും സ്വീകാര്യമായിരുന്നില്ല. അമ്മമാരെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ അഭിഷേകിനോ കരിഷ്മയ്ക്കോ കഴിയുമായിരുന്നില്ല. ഒടുവിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയായിരുന്നു ഇരുവരും.